ഹായ് കൂട്ടുകാരെ, എല്ലാവരും വന്നേ. നമുക്കൊന്നേ ഒരു ഉണക്കമാന്തലുകൊണ്ട് ഒരു ചമ്മന്തി പൊടി ഉണ്ടാക്കിയാലോ. അതിനായിട്ടേ ആദ്യം തന്നെ നമ്മളൊരു കാര്യം ചെയ്യുക. നമ്മുടെ ഉണക്കമാന്തലിൻ്റെ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് ഒന്ന് റെഡിയാക്കിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക കുറച്ച് സമയം ഇട്ടാ. എന്നിട്ട് അതിൽ നിന്ന് എടുത്ത് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടാക്കി അതിനെ നല്ലോണം അങ്ങോട്ട് വറുത്തെടുത്തിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും, നമ്മൾ ഉപ്പേരി കാച്ചണ പോലെ തന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നല്ലോണം ഒന്ന് മൊരിയുമ്പോൾ നമ്മുടെ വേപ്പലയും ഒക്കെ ഇട്ട് നമ്മുടെ കുത്തിപ്പൊടി മുളക് അതും ഇട്ട് നല്ലോണം മൊരിച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള ആ മാന്തലുണ്ടല്ലോ അതും അതിലേക്ക് അങ്ങോട്ട് കൂട്ടി കൊടുക്കുക. എന്നിട്ട് അതും കൂടി നല്ലോണം ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വറുത്ത് വെച്ചിട്ടുള്ളത് ഒന്നും കൂടിയും ഇതിലിട്ടിട്ട് ഒന്നും കൂടിയും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഗ്യാസ് ഓഫാക്കി നമ്മൾ അതിൽ തന്നെ ഇട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാറണ വരെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ തിരിയേ വേണ്ടൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി. പിന്നെ ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ നമ്മൾ ചേർത്താൽ മതി. എന്താ വെച്ചാൽ നമ്മുടെ മാന്തളിൽ അത്യാവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുമല്ലോ. പിന്നെ ഇത് നമുക്ക് കുറേ ദിവസങ്ങളിലൊക്കെ നമുക്ക് പുറത്തിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് നാളികേരത്തിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ നാളികേരം കുറച്ച് നല്ലോണം വറുത്ത് ഡ്രൈ ആക്കിയിട്ട്, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട, ഡ്രൈ ആക്കിയിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ഇതേപോലെ പൊടിച്ച് അതിലിട്ടാലും അങ്ങനെയും ഉപയോഗിക്കാം. നാളികേരം ഇടുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇതൊരാഴ്ചയൊക്കെ പുറത്തിരിക്കും. പിന്നെ നമുക്ക് കൂടുതൽ നാൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് നന്നായി ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ലാണ്ട്. ഇപ്പോൾ പുറത്തേക്കൊക്കെ കൊടുത്തയക്കണമെങ്കിൽ അങ്ങനെയും കൊടുത്തയക്കാം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചമ്മന്തി പൊടിയുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ നിർത്താം കേട്ടോ.